എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പീട്രോണിൻ്റെ ടാൻജൻറ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവരുടെ തന്നെ പീട്രോണിൻ്റെ തന്നെ ഈ ഒരു ബാസ്ബഡ്സ് ലൈറ്റിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പീട്രോണിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് ഐറ്റംസ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എൻ്റെ വീഡിയോയിലൊക്കെ ചോദിക്കുന്നൊരു കാര്യമാണ് പീട്രോൺ ഒന്ന് അൺബോക്സ് ചെയ്യാവോ അല്ലെങ്കിൽ ആ ഒരു നെക്ക് ബാൻഡ് എങ്ങനെയാണെന്നുള്ളത്. പൊതുവേ ഈ ഒരു പീട്രോണിനെ കുറിച്ച് പറയുവാണെങ്കിൽ ബജറ്റ് നെക്ക് ബാൻഡ്സും അതുപോലെ തന്നെ ഈ ഒരു ഇയർബഡ്സ് ഒക്കെ നൽകുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു പീട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടാൻജൻറ്റ് ലൈറ്റിൻ്റെ അൺബോക്സിങ് കണ്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ബാൻഡിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിൽ തന്നെ കാണാൻ സാധിക്കുന്നത് പീട്രോൺ അവരുടെ ലോഗോവും ഏറ്റവും മുകളിൽ താഴെ ഈ ഒരു ടാൻജൻറ്റ് ലൈറ്റ് ഹൈഫൈ സ്പോർട്സ് വയർലെസ് നെക്ക് ബാൻഡ് എന്ന് എഴുതിയിരിക്കുന്നതാണ്. സൈഡിൽ നോക്കുവാണെങ്കിൽ പീട്രോൺ ടാൻജൻറ്റ് ലൈറ്റ് എന്ന് തന്നെയാണ് രണ്ട് സൈഡിലും അവർ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. പുറകിൽ നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നേ നമുക്ക് മന്ത് ആൻഡ് ഇയർ ഓഫ് പാക്കിംഗ് നോക്കുവാണെങ്കിൽ December 2020 ആണ്. മെയ്ഡ് ഇൻ ചൈന എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ MRP നോക്കുവാണെങ്കിൽ 1800 രൂപയാണ് ഇതിൽ കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് ബോക്സിൽ ഇതിൻ്റെ മുകളിൽ വരുന്ന സാധനമാണ്, ക്ലിപ്പാണ്. അത് നമുക്കിതിൻ്റെ അകത്ത് അവർ പൊതിഞ്ഞ് ഭദ്രമാക്കി തന്നെ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കൂടാതെ നമുക്കത് ഒരു പേപ്പർ വർക്കും അതുപോലെ തന്നെ ഒരു മൈക്രോ USB പോർട്ടും രണ്ട് ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളാണ് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു സോഫ്റ്റ് മീഡിയം ടൈപ്പ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു നെക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. തൊട്ട് താഴെ നമ്മുടെ കമ്പാർട്ട്മെന്റ്സ് നോക്കുവാണെങ്കിൽ ഇടത് സൈഡിലാണ് നമ്മുടെ ബാറ്ററി കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പീട്രോൺ എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി വലത് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് വോളിയം അപ്പ് ബട്ടണും അതുപോലെ തന്നെ നടുക്കായിട്ട് MFB മൾട്ടി ഫംഗ്ഷൻ ബട്ടണും തൊട്ട് താഴെയായിട്ട് വോളിയം ഡൗൺ ബട്ടണും കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ LED ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഈ ഒരു വലതുവശത്ത് തന്നെ പുറകുവശത്ത് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. തൊട്ട് സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ മൈക്രോ USB പോർട്ടും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും താഴേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ടൈപ്പ് ഒയേഴ്സോട് കൂടിയിട്ടാണ് നമ്മുടെ ഇയർ ബഡ്സുകൾ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത്. കുറച്ച് മെറ്റലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും ചേർന്നിട്ടാണ് ഈ ഒരു ഇയർ ബഡ്സുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ നെക്ക് ബാൻഡുകളിലും ഉള്ളതുപോലെ തന്നെ ഇതിലും നമുക്കിവിടെ മാഗ്നറ്റിക് ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയൊക്കെ കഴുത്തിലിട്ടിട്ട് നമുക്കിത് ഒട്ടിച്ച് വെച്ചേക്കാം എന്നുള്ളതാണ്. വെറും 23 ഗ്രാം മാത്രമാണ് ഈ ഒരു നെക്ക് ബാൻഡിന്റെ വെയിറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കഴുത്തിലിട്ടാലും ഇതിവിടെ കഴുത്തിൽ കിടക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. അതാണ് ഈ ഒരു നെക്ക് ബാൻഡിൽ നമുക്ക് എടുത്തു പറയേണ്ട സവിശേഷതകളിൽ ഒന്നെന്ന് പറയുന്നത്. ഇനി ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ 125 mAh ഉള്ള ഒരു ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡിന്റെ കൂടെ ലഭ്യമാകുന്നത്. 6 മണിക്കൂറാണ് പ്ലേ ബാക്ക് ടൈമും അതുപോലെ തന്നെ ടോക്ക് ടൈമും ഈ ഒരു കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ 200 മണിക്കൂർ നമുക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ട് ഈ ഒരു നെക്ക് ബാൻഡ് വെച്ചേക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ 1.5 hours കൊണ്ട് 125 mAh 100% ചാർജ് എത്തുന്നതാണ് എന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഒരു 6 മണിക്കൂർ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഒരു 5 മണിക്കൂർ നമുക്ക് ലഭ്യമാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണെന്നുള്ളതാണ്. ലേറ്റൻസിയുടെ കാര്യം പറയുവാണെങ്കിൽ വീഡിയോ ഒന്നും കാണുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ വലുതായിട്ട് അഫക്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്, ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഗെയിം കളിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പലപ്പോഴും ഞാൻ ബ്ലൂടൂത്ത് നെക്ക് ബാൻഡുകളിലൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ ഒരു ഡിലേ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡും ഗെയിം കളിക്കാൻ പറ്റുമെന്നുള്ളതിൽ ഈ PUBG പോലുള്ള ഗെയിമൊന്നും കളിക്കാൻ പറ്റത്തില്ല. മറ്റുള്ള ഗെയിമുകളൊക്കെ നമുക്കിത് യൂസ് ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റുമെന്നുള്ളതിലും യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ആക്ച്വലി ട്രബിള് വളരെ കുറവും ബാസ് കുറച്ച് കൂടുതലുമായിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് നമുക്കിതിൽ ലഭ്യമാകുന്നു എന്നുള്ളത്. എന്തായാലും ഈ ഒരു U&I ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇതിലും നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ മൈക്ക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്. പക്ക അവർ ഓപ്പോസിറ്റ് കേൾക്കുന്ന ആൾക്കാരൊക്കെ പക്ക ഒരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോക്കിംഗ് പർപ്പസിന് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു ബജറ്റ് നെക്ക് ബാൻഡ് തന്നെയാണ് ഈ ഒരു പീട്രോണിന്റെ ടാൻജൻറ്റ് ലൈറ്റ് എന്ന് പറയുന്നതിൽ
എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ മ്യൂസിക്കിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് നോക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം കുറച്ചുകൂടി കാശ് ഇട്ടിട്ട് ഒരു നല്ലൊരു നെക്ക് ബാൻഡ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നുള്ളതാണ്. വേറൊന്നുമല്ല, നിങ്ങൾ മ്യൂസിക്കിന് മാത്രമായിട്ട് നിങ്ങളിത് മേടിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഒരു വർഷം നമുക്കിതിന് വാറണ്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലും അവർ റീപ്ലേസ് ചെയ്ത് തരുമെന്നാണ് വിശ്വസിക്കുന്നത്. അത് വഴിയേ അറിയാൻ സാധിക്കത്തുള്ളൂ. ഇനി മൾട്ടി ഫംഗ്ഷൻ ബട്ടനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് 1 ടാപ്പിൽ കോൾ എടുക്കാനും അതുപോലെ തന്നെ ഡബിൾ ടാപ്പിൽ കോൾ കട്ട് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ 1 ടാപ്പിൽ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും മ്യൂസിക് പോസ് ചെയ്യാനും സാധിക്കും. ഏറ്റവും മുകളിലത്തെ നമ്മുടെ പ്ലസ് ബട്ടണിൽ നമ്മൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് സോങ്ങിലും, അതുപോലെ തന്നെ മൈനസ് വോളിയം ഡൗൺ ബട്ടണിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് ഇത് പോകുന്നതാണ്. അതുപോലെ തന്നെ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് വിടുവാണെങ്കിൽ നമ്മുടെ സിറി വർക്ക് ആവുന്നതാണ്. 3 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡിനെ കുറിച്ചിട്ട് പൊതുവേ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 600 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത്, എന്നാൽ ഇപ്പോൾ 650 രൂപയ്ക്കാണ്. 650 രൂപയ്ക്ക് ഒരിക്കലും ഇതൊരു വർത്ത് ബൈങ് ആയിട്ടുള്ളൊരു നെക്ക് ബാൻഡ് ആണെന്ന് പറയാൻ സാധിക്കത്തില്ല. പിന്നെ നമുക്ക് ഈ ഒരു U&Iയും ടാൻജന്റ് ലൈറ്റും കൂടി കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് 1 വർഷം വാറണ്ടിയും മറ്റേതിൽ വാറണ്ടി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് വാങ്ങിക്കുക. രണ്ടിലും ഒരേപോലെയൊക്കെ തന്നെയാണ് സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഒരു മൈക്ക് ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഏത് വാങ്ങിച്ചാലും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല, കോളിങ്ങിനാണെങ്കിൽ മാത്രം. അതല്ല നിങ്ങൾ ഈ ഒരു നെക്ക് ബാൻഡ് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടി കാശ് ഇട്ടിട്ട് കുറച്ചുകൂടി നല്ലൊരു നെക്ക് ബാൻഡ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ Ptronന്റെ ടാൻജന്റ് ലൈറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.